ഈൽഡ് കൂടുതൽ കിട്ടും. കപ്പലണ്ടി പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ചേർക്കുമ്പോൾ കീടങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കിനൊരു നല്ലൊരു കയ്പുണ്ടാകും. അപ്പോൾ അത് അത് ചെടി വലിച്ചെടുക്കുകയും അത് ഇലകളിലൊക്കെ നമ്മൾ ചെറുതായിട്ടുള്ളൊരു ഒരു പ്രതിരോധ ശേഷി തീർക്കുകയും ചെയ്യും. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ അതൊരു പിന്നെ വളർച്ചാ ത്വരകം കൂടിയാണ്. അതിനകത്ത് നൈട്രജനും ഫോസ്ഫേറ്റൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളം ഒരു സ്പ്രേയിലൂടെ നമുക്കതൊരു രോഗപ്രതിരോധ ശേഷിയും ഒരു കീടനാശിനിയാണ്. അതിനകത്ത് നൈട്രജനും ഫോസ്ഫേറ്റും കൂടി കിട്ടുന്നുണ്ട്.